ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസമാണ്. മൺഡേ മോട്ടിവേഷൻ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുള്ളൊരു ദിവസമാണ്. കാര്യം നിങ്ങളുമായി എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ മൺഡേ മോട്ടിവേഷനിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ രണ്ട് ആഴ്ചത്തെ വീഡിയോസും നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു. കാരണം കമൻറ്റ് ബോക്സിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ധാരാളം കമൻറ്റ്സ് ഞാൻ കണ്ടു. വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനമ്മമാരോടാണ് സംസാരിക്കാനുള്ളത് ഇപ്രാവശ്യം. അതായത് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരോട്. ഞാനും ഒരു പെൺകുട്ടിയുടെ മാതാവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണിത്. കാര്യം ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്ന കാഴ്ചകളും വാർത്തകളും ഒന്നും തന്നെ ഒരമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത്രയ്ക്ക് വിഷമം തരുന്ന വാർത്തകളാണ്. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി കേൾക്കുന്ന കാര്യങ്ങളാണ്. അതായത് പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത്, പിന്നെ ഗാർഹിക പീഡനങ്ങളൊക്കെ വളരെ നിത്യസംഭവങ്ങളാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് പെൺകുട്ടികളെ ഭർത്താവിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഭർത്താവ് അപായപ്പെടുത്തുന്ന, കൊല്ലുന്ന വാർത്തകൾ. അപ്പോൾ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ സത്യവും അസത്യവും ഒന്നും ഞാൻ ചർച്ച ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇത്തരം വാർത്തകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു സമയമാണിത്. പക്ഷേ അതെല്ലാം കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ്. എങ്കിലും അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരോട് ഒരു ചോദ്യം ആദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങൾക്കൊരു ഭാരമാണ്? എനിക്ക് തോന്നുന്നില്ല ഒരു അച്ഛനും അമ്മയും ആ രീതിയിൽ ആൻസർ ചെയ്യുന്നു. അപ്പോൾ പെൺകുട്ടികളുള്ള വീടുകളിൽ അച്ഛനമ്മമാർ എല്ലാ വീടുകളും ഒരുപോലെ അല്ല വളർത്തുന്നത്. ആൺകുട്ടിയും പെൺകുട്ടിയുള്ള വീടുകളിൽ ചില വീടുകളിൽ ആൺകുട്ടിക്കൊരു പ്രത്യേക നിയമം, പെൺകുട്ടിക്ക് മറ്റൊരു നിയമം. പണ്ടത്തെ രീതിയിൽ, അതായത് പെൺകുട്ടികളെ ഇങ്ങനെ അടിച്ചമർത്തി വളർത്തുന്ന ഒരുപാട് വീടുകളുണ്ട്, ഇപ്പോഴുമുണ്ട്. അപ്പോൾ കാലം മാറി എന്നുള്ള മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ ഇപ്പോഴുമുണ്ട്. അവിടെയും പ്രയോറിറ്റി എന്താണ്? പെൺകുട്ടികളെ വളർത്തുമ്പോൾ നീ ഒരു പെണ്ണാണ് എന്ന് ഓർമ്മിപ്പിച്ച് വളർത്തുക. ആ കുട്ടിയുടെ കോൺഫിഡൻസ് കളഞ്ഞുകൊണ്ട് വളർത്തുക. പിന്നെ ഒരു മിനിമം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ട ആളാണ്, നിന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അച്ഛനും അമ്മയും. ഈ രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വിവാഹ കമ്പോളത്തിലേക്ക് ഇറക്കുക. അപ്പോൾ അവരുടെ മനസ്സിലെന്താ വെച്ചാൽ ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ബാധ്യതയാണെന്ന് വിചാരിക്കുന്ന വീടുകളാണെന്ന് ഞാൻ പറയുള്ളൂ. അതില്ല. കാര്യം അവർക്ക് വേണ്ടിയിട്ട് ഓക്കെ സമ്പാദിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അച്ഛനമ്മമാർ ചെയ്യുന്നുണ്ട്. അവരുടെ കണ്ണിൽ അതാണ് അവർ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യം. അവൾക്കുള്ള സ്വർണവും സ്വത്തും വീടും ഒക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ആ ജോലി തീർന്നു, ഒരാളെ ഏൽപ്പിച്ചു, ഇനി എല്ലാ കാര്യവും അവരായി, അവരുടെ പാടായി. ഇങ്ങനെ വിചാരിച്ചാൽ അത് ശരിയാണ്? ഒരിക്കലും ശരിയല്ല. ആ പെൺകുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ അതോടുകൂടി ആ വീടുമായിട്ട്, അമ്മയുടെ വീട് അച്ഛൻ്റെ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചുകൊണ്ട് പോകുന്ന വീട്ടിൽ അതാണ് നിൻ്റെ വീട് എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ അങ്ങനെയാണോ പറഞ്ഞയക്കേണ്ടത്? അങ്ങനെയാണോ അതിൻ്റെ മനസ്സിൽ ആ ഐഡിയ കൊടുത്തിട്ടാണോ വിടേണ്ടത്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ വേറെയും പ്രശ്നങ്ങളുണ്ട്. വിവാഹ കമ്പോളത്തിലേക്ക് എടുത്തുമ്പോൾ ജാതകം നോക്കുന്നു, ഇനി ജാതകം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജാതകത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇത്ര വയസ്സിനുള്ളിൽ വിവാഹം നടന്നില്ല, നിൻ്റെ വിവാഹം ഇനി നടക്കില്ല, അതുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു വിവാഹം ആ സമയത്തിനുള്ളിൽ നടത്തണം എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു രീതി. പിന്നെ പറയുകയാണ്, വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ പറയുകയാണ് നീ പോയി സുഖമായിട്ട് അവരുടെ കൂടെ ജീവിക്കും, ഇനി നിൻ്റെ വീട് അതാണ്, തിരിച്ചൊരു കാരണവശാൽ ഇങ്ങോട്ട് വരരുത്, ഇനി നിനക്ക് താഴെയും കുട്ടികളുണ്ട്, ഞങ്ങൾക്കിനി അവരെയും നോക്കണം, അവരുടെ കാര്യങ്ങളും നോക്കണം എന്ന് പറഞ്ഞ് വിടുന്ന വീടുകളുണ്ടായിരിക്കും, ഉണ്ട് ധാരാളമായിട്ട്. പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുക, തിരിച്ച് വരരുത്. പിന്നെ ഡിവോഴ്സായിട്ട് മകൾ വീട്ടിൽ വരുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സംസാരിച്ച് വിടുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിട്ട് കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണ്? അച്ഛനമ്മ അതുവരെ വളർന്ന വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുമ്പോൾ അതൊരു പൂർണ്ണമായ പടിയിറങ്ങലാണ് എന്ന് തോന്നി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തും സഹിച്ച് ഏത് രീതിയിലാണ് അവിടെ ജീവിക്കുന്നതെന്ന് ആരോടും പറയാൻ പറ്റാതെ അവിടെ വീർപ്പ് മുട്ടി കഴിയുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ആദ്യമേ തന്നെ ഒരു വിവാഹാലോചന വരുമ്പോൾ പല വീടുകളിലും സംഭവിക്കുന്നതാണ്, വളരെ സീക്രട്ടായിട്ടാണ് ആ വിവാഹാലോചന നടത്തുന്നത്. ആരോടും പറയില്ല, ബന്ധുക്കളോടും പറയില്ല, അടുത്ത ബന്ധുക്കളോടും പറയില്ല, അയൽവാസികളോട് പറയാം, ഒന്നും പറയില്ല, സീക്രട്ടാണ്. കാര്യം അതൊരു നല്ല ആലോചനയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും പാര വെച്ചാലോ, മകൾക്ക് ആ നല്ല ആലോചന വരുന്നത് തട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പക്ഷെ തെറ്റാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പബ്ലിക്കായിട്ട് എനിക്ക് തോന്നുന്നു നല്ല പബ്ലിസിറ്റി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾക്കൊന്നും മറയ്ക്കാനും ഒളിക്കാനും ഇല്ലെങ്കിൽ ഒരു മകൾക്കൊരു വിവാഹാലോചന വരുമ്പോൾ നല്ല പബ്ലിസിറ്റി കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ മാത്രമേ, എല്ലാവരും അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചെവിയിലെത്തുള്ളൂ. അതിൽ തെറ്റായ വിവരങ്ങളും പറയുന്ന ആൾക്കാരുണ്ടാകാം, പക്ഷെ അതൊന്നും അല്ല അവിടുത്തെ വിഷയം. എന്ത് വിവരം കിട്ടിയാലും നമ്മളത് അന്വേഷിക്കുക, അതിൻ്റെ നിജസ്ഥിതി അറിയാം. അപ്പം നന്നായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് മാത്രമേ ഒരു വിവാഹം നടത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പലരും സ്ത്രീധനം ചോദിച്ച് കഴിക്കുന്നവരുണ്ടാകാം, സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വരുന്നവരുണ്ടാകാം. പിന്നെ വരുന്നത് നല്ല പൈസ ഉള്ള വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചോദിക്കണ്ടല്ലോ, എല്ലാം പെൺകുട്ടിക്ക് കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ വന്നിട്ട് പിന്നെ വിവാഹശേഷം മകളെ പറഞ്ഞ് വിട്ടിട്ട് ആ ഭാര്യയെ വീട്ടിലേക്ക് വിടും. എന്നിട്ട് അച്ഛനമ്മമാരോട് ആ മകൾ വന്ന് പറയണം, അച്ഛാ അത് വേണം ഇത് വേണം, എനിക്കല്ലെങ്കിൽ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല, ആ കാര്യം ഈ കാര്യം എന്ന് പറഞ്ഞ് അച്ഛനമ്മമാരെ പെസ്റ്റർ ചെയ്യാനായിട്ട് പറഞ്ഞ് വിടാറുണ്ട്.
അപ്പോൾ അതൊക്കെ പിന്നീട് വിവാഹശേഷം സംഭവിക്കുന്നതാണ്. അപ്പോൾ വീട്ടിലുള്ള പണം നോക്കി വരുന്ന ഒരാളിന് ഒരിക്കലും മകൾക്ക് വേണ്ടി വരാനായിട്ട് സ്വീകരിക്കരുത്. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്നുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ മകൾക്ക് ചേരുന്ന ഒരു പുരുഷനാണോ എന്ന് കണ്ടെത്താൻ അത് വളരെ ഉപകാരം ചെയ്യും. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആ പയ്യന് മൂത്തതായിട്ടോ ഇളയതായിട്ടോ ചേട്ടനോ അനിയനോ സിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുള്ള വീടുകളിലെ ഇൻലോസുമായിട്ടൊക്കെ ബന്ധപ്പെടുക. അതെല്ലാം നിങ്ങൾ കണ്ടെത്തണം. അത് പഠിച്ചിരുന്ന സ്ഥാപനങ്ങളിലെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ കൊളീഗ്സ്, സീനിയേഴ്സ്, ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക. അങ്ങനെ നല്ല ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് മാത്രമേ മകളുടെ കല്യാണം ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, മകൾ അങ്ങോട്ട് കല്യാണം കഴിച്ച് പോകുമ്പോൾ ജോലി തീർത്ത് വിടുകയാണ് എന്നുള്ളൊരു ഇമ്പ്രഷൻ അല്ല കൊടുക്കേണ്ടത്. മകൾക്ക് എന്താ പറയേണ്ടത്, നല്ല കോൺഫിഡൻസ് കൊടുത്ത് വിടണം. മകളെ, നീ നന്നായിട്ട് സന്തോഷത്തോടുകൂടി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് ജീവിക്കുക. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. ഈ വീട്, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയും നിൻ്റെ കട്ടിലും ഒക്കെ നിനക്ക് എന്നും ഇവിടെ തന്നെ ഉണ്ടാകും. ഇതൊരു പൂർണ്ണമായ വിടവാങ്ങലല്ല. വി ആർ ഓൾവേസ് ദെയർ ഫോർ യു എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുത്തിട്ട് വേണം വിടാൻ. ചെറിയ ചെറിയ മാറ്റേഴ്സിൽ തിരിച്ചു വരണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നിനക്ക് കാതലായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുണ്ട്, ആരുമില്ലാതെ നീ റോഡിൽ ഇറങ്ങി നിൽക്കേണ്ടി വരില്ല എന്നാണ് പറയേണ്ടത്. നിനക്കൊരു ഇമോഷണൽ സപ്പോർട്ടിനും എന്താ പറയുക ഫിസിക്കൽ സപ്പോർട്ടിനും പിന്നെന്താ ഇമോഷണൽ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഏത് കാര്യത്തിനും ഞങ്ങളുണ്ടാകും എന്ന് തന്നെ പറഞ്ഞു വിടുക. പിന്നെ എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ, മകളെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ മകളങ്ങ് പോയി കഴിഞ്ഞു. പല ആൾക്കാരും മക്കൾ പറയുന്ന കേൾക്കില്ല, അവർ പറയുന്ന കള്ളമാണെന്ന് വിചാരിക്കും. താൽക്കാലികമായ രക്ഷപ്പെടലിന് വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് കള്ളം പറയുന്നുമുണ്ടാകാം. പക്ഷേ അങ്ങനെയല്ല, എപ്പോഴും മനസ്സുകൊണ്ട് മകളെ വിശ്വസിക്കണം. മകൾ വന്ന് പറയുന്ന കാര്യങ്ങൾ മകൾക്ക് പറയാനായിട്ട് അച്ഛനമ്മമാർ വിശ്വസിക്കുന്നു എന്ന് തോന്നിയാൽ മാത്രമേ വന്ന് പറയുള്ളൂ. അതിൽ ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. പക്ഷേ സമയാസമയങ്ങളിൽ അതിൽ അച്ഛനമ്മമാർക്ക് ഇടപെടാനുള്ള ഒരു അവസരമാണത്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അച്ഛനമ്മമാർ മകൾ വന്ന് കാര്യം പറയുകയാണെങ്കിൽ അതിൽ കള്ളമേത് സത്യമേതെന്ന് കണ്ടെത്താമല്ലോ. പക്ഷേ ആവശ്യത്തിന് ഇടപെടാനും ആ മകളുടെ ഭർത്താവിനോടും വീട്ടുകാരോടും ചെന്ന് സംസാരിക്കാനും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളല്ലെങ്കിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്യാനും അവർക്കും മനസ്സിലാകും ഈ മകൾക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളൊരു അവസരവും കൂടിയാണ്. ഇതൊന്നും മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോഴൊന്നും നമ്മൾ ഒളിച്ചോടുന്നതല്ല നല്ലത്. വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് മതി, ആവശ്യത്തിന് മതി. പക്ഷേ ആവശ്യത്തിന് നമ്മൾ ഉപകാരപ്പെടണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, പല അച്ഛനമ്മമാരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഫോൾസ് ചെയ്യുകയും ഫോൾസ് ആയിട്ടുള്ള പ്രൈഡുമാണ്. അതായത് മകൾ വളരെ സീരിയസ് മാറ്ററാണ്, പക്ഷേ മകളെ ആ ഭർത്താവിൽ നിന്നും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ മടിയാണ്. കാരണം എന്താ, ഡിവോഴ്സായ മകൾ എങ്ങനെ വീട്ടിൽ വന്ന് ചീത്തപ്പേരാണ്, ഇളയ കുട്ടികളെ അത് ബാധിക്കും. അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്, വലിയ ഗ്രാൻഡായിട്ട് നടത്തിയ കല്യാണമാണ്, ആൾക്കാരെന്ത് പറയും, പരിഹസിച്ച് ചിരിക്കില്ലേ എന്നൊക്കെ വിചാരിക്കും. അവരുടെ പരിഹാസമാണോ പ്രധാനം? അവരാണോ തീരുമാനിക്കേണ്ടത് നമ്മുടെ ജീവിതം, നമ്മുടെ മകളുടെ ജീവിതം? നാട്ടുകാരെ പേടിച്ചിട്ടല്ല ജീവിക്കേണ്ടത്, നാട്ടുകാരുടെ അഭിപ്രായമല്ല അവിടെ അറിയേണ്ടത്. പേഴ്സണലായിട്ട് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ മകളുടെ ജീവിതമാണ് നിങ്ങൾ സുരക്ഷിതമാക്കേണ്ടത്. മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം മാറി, അതിൽ നിന്നൊക്കെ മാറാൻ സമയമാകുന്നു. അങ്ങനെ ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കാലമെല്ലാം മാറി എന്ന് തന്നെ മനസ്സിൽ കുറിച്ചിടുക. അപ്പോൾ ഡിവോഴ്സായി വന്ന് നിൽക്കുന്ന മകളാണോ നല്ലത്, അതോ ഭർത്താവിനാൽ കൊല്ലപ്പെട്ടു പോകുന്ന മകളാണോ നല്ലത്? ഏതാ വേണ്ടത്? നമുക്ക് മകളെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നതാണോ? ഡിവോഴ്സ്ഡ് ആയാലും കുഴപ്പമില്ല, പിന്നെയും ആ കുട്ടിക്ക് ഒരു ജീവിതമുണ്ടല്ലോ, നമ്മളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, അവൾ സുരക്ഷിതയാണല്ലോ, അങ്ങനെ ചിന്തിക്കണം. പക്ഷേ ജെന്യുവനായിട്ടുള്ള റീസൺസിന് മാത്രമായിരിക്കണം അത്തരം കാര്യങ്ങളിലേക്ക് കടന്ന് ചിന്തിക്കണം. പക്ഷേ എങ്കിലും മകൾ പറയുന്ന വിശ്വസിച്ച് ആ കാര്യത്തിലേക്ക് കൂടുതൽ അന്വേഷണത്തിന് പോകണം. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഉറപ്പിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മകൾക്ക് സ്വാഭാവികമായ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. എനിക്ക് പല കേസുകളും അറിയാം. അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കക്കള്ളിയില്ല, പക്ഷേ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞാൽ അവരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലി പോലും ഇല്ല. അവസാനം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന് ഹോസ്റ്റലിൽ താമസിച്ച്, പിന്നെ അത് കഴിഞ്ഞ് ജോലിയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കഷ്ടപ്പെട്ട് ജീവിച്ച് ചില ആൾക്കാരെ കുറിച്ചും എനിക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നമുക്ക് ചുറ്റും ഒരുപാട് നടക്കുന്നുണ്ട്. അവിടെ എല്ലാം അച്ഛനമ്മമാരുണ്ട്, പക്ഷേ അവരെ കൊണ്ട് ആ കുട്ടിക്ക് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്കൊരു കൺക്ലൂഷൻ പോലെ പറയാനുള്ള ലാസ്റ്റ് പോയിന്റ് ഇതാണ്. അതായത് നമ്മൾക്കൊരു പെൺകുട്ടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കുട്ടിയെ വളർത്തേണ്ടത് വിവാഹ കമ്പോളത്തിലേക്ക് ഒരു വിൽപ്പന ചരക്കായിട്ടല്ല, അതല്ലായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. പകരം നല്ല മൂല്യങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്ത്, പിന്നെന്താണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത്
2 കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തയാക്കി, നല്ല ധൈര്യമുള്ളൊരു മകളായിട്ട്, നല്ല എന്താ പറയണ്ട, മറ്റുള്ളവരെ സഹായിക്കുന്ന, ഏതൊരു പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ഒരു സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിട്ട് വളർത്തണം. ആ കുട്ടിക്ക് സമയമാകുമ്പോൾ വിവാഹം നടത്തി കൊടുക്കുക. അത് ആ സമയത്ത് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വിവാഹം നടത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന കാര്യങ്ങളിലും ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് എപ്പോഴും അവളോടൊപ്പം അച്ഛനും അമ്മയും ഉണ്ടാകുക. നമ്മുടെ ഒരു മോണിറ്ററിങ് എപ്പോഴും ഉണ്ടാകണം. എല്ലാത്തിലും ഇടപെടണം എന്നല്ല അതിനർത്ഥം, പക്ഷേ ഓൾ ഓവർ ഒരു മോണിറ്ററിങ് എപ്പോഴും ഉണ്ടാകണം. പിന്നെ അവർക്കൊരു തോന്നലും ഉണ്ടാകണം നമ്മളെപ്പോഴും അവരോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയെല്ലാം ചെയ്താൽ ഒരു പരിധി വരെ ഇത്തരം വിഷയങ്ങൾ, അപകടങ്ങൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ പെൺമക്കൾ സുരക്ഷിതരായിരിക്കും വിവാഹശേഷി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ എം സോ ഗ്ലാഡ്. ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.